കൂടുതൽ ഇപ്പോൾ ഒരു പ്രോമിനൻസ് കിട്ടുന്ന അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടുന്നത് സിനിമാ താരങ്ങൾക്കാണ്. അത് സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, കഴിഞ്ഞ കുറെ കാലമായിട്ട് അങ്ങനെയാണ് നമ്മുടെ നാട്ടില്. അപ്പോൾ അതിനെ കുറിച്ച് അവർ പറഞ്ഞതാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഇങ്ങനെ സിനിമാ താരങ്ങൾ, തുണിയെടുക്കാതെ വരുന്ന സിനിമാ താരങ്ങൾക്ക് വേണ്ടിയാണ് ആൾക്കാർ, അവരെ കാണാനായിട്ട് ആൾക്കാർ ഇടിച്ചു കയറുകയാണ്, എന്തൊരു മനോനിലയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എന്താണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അറിയുന്നില്ല. ഈ തുണി ഉടുക്കുന്നതും ഉടുക്കാത്തതും ഒക്കെ പറഞ്ഞാൽ അവർ തന്നെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്നു തൊട്ടാണ് ഈ പറയുന്നത് പോലെ തുണിയുടെ അളവിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശാരീരിക അളവിന്റെ അടിസ്ഥാനത്തിൽ, അദ്ദേഹത്തിന്റെ പോരായ്മകളുടെ അടിസ്ഥാനത്തിലൊക്കെ രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നത്. അല്ലെങ്കിൽ അതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് ഇവർ എന്നു മുതലാണ് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാകാത്ത കാര്യം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ നടത്തിയ ഒരു പരാമർശമുണ്ടല്ലേ, അത് ഒക്കെ തന്നെ ശരീരത്തെ ഒക്കെ തന്നെ, ശരീരത്തിന്റെ ആകൃതിയെ അല്ലെങ്കിൽ അതിന്റെ പോരായ്മകളെ ഒക്കെ വെച്ചുകൊണ്ട് ബോഡി ഷേമിംഗ് നടത്തുന്ന ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിന് പിന്നാലെ PP ചിത്തരഞ്ജൻ MLA അദ്ദേഹം സഭയിൽ പറയുന്ന ഭിന്നശേഷിക്കാരെ അപഹസിക്കുന്ന തരത്തിലൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ അവരിങ്ങനെ ഇത്ര മീറ്ററിൽ നീളവും വീതിയും ഉള്ളവരൊക്കെ തന്നെ സഭയിൽ വരണം, അല്ലെങ്കിൽ അവരൊക്കെ തന്നെ രാഷ്ട്രീയം നടത്തണം, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ വസ്ത്രധാരണം നടത്തുന്നവര്, അല്ലെങ്കിൽ നല്ല അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നവരൊക്കെ വേണം ഇങ്ങനെ ഈ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു രാഷ്ട്രീയം, അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല. അവര് ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല.